ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന കേരള ഫിഷ് കറിയാണ്. അപ്പോൾ ഇതിനകത്ത് തേങ്ങാപ്പാലൊന്നും ഒഴിച്ചതല്ല, വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള മുളക് ചേർത്ത മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോ ചെറിയുള്ളി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ഷോപ്പിലൊക്കെ കിട്ടും. നമുക്ക് മലയാളികളുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഉള്ളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നത് 6 എടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി ഉണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇഞ്ചി, പിന്നെ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, നോർമൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കുടംപുളി ഞാനിത് 3 അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, പൊടിക്കാത്ത ഉലുവ ഒരു 1/2 ടീസ്പൂൺ, കടുക് ഒരു 3/4 ടീസ്പൂൺ. അപ്പോൾ ഞാൻ ഈ പുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിരിക്കുകയാണ്, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം മാത്രം ഇതിനകത്തോട്ട് ഊറ്റുവാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പുളി മൊത്തം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അത് നല്ല പുളി അല്ലെങ്കിൽ പോലും അത് നല്ല ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിന്ന് ഈ ഉപയോഗിച്ച പുളി 2 കഷ്ണം എടുത്തിട്ട് ഒന്നും കൂടി ഈ മീന് കഴുകിയെടുക്കുവാണ്. അപ്പോൾ നല്ല ഫ്രഷ്നെസ് കിട്ടും നമുക്ക് മീനിന് അങ്ങനെ കഴുകിയെടുക്കും. ഞാൻ ഈ പൊടി എല്ലാം, മുളകും ഈ പൊടികളെല്ലാം കൂടി ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവും. അപ്പോൾ ഞാനത് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതിനിങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണിപ്പോൾ. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ ആ കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്തിട്ട് ഒരു ശകലം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇടുവാണ്. ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റുവാണ്. ഞാൻ നേരത്തെ ഈ കടുക് പൊട്ടിച്ചത് ഇങ്ങോട്ട് ഒരു ബൗളിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടേബിൾ സ്പൂൺ മതി, 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിട്ട് ഈ ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉലുവ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആദ്യം ഇടുവാണ്. കാരണം ഈ ചെറിയുള്ളി നല്ലപോലെ മൂത്ത് എടുക്കണം. അത് മൂപ്പ് കുറവുണ്ടെങ്കിൽ മീൻകറി നമ്മളിപ്പോൾ 1-2 ദിവസമൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ബ്രൗൺ ആക്കി എടുക്കുവാണ്. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാത്തതാണ്. അപ്പോൾ നമുക്ക് 1-2 ദിവസം വെച്ച് കഴിക്കുകയും ചെയ്യാം. കാരണം തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറിയൊക്കെയാണ് ഇച്ചിരി പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി വഴന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ആക്കി വെച്ചിരുന്ന മുളക് പൊടിയുടെയൊക്കെ കൂടി ഇട്ട് കൊടുക്കും. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലാക്കി വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പെട്ടെന്ന് അങ്ങോട്ട് വങ്ങി വരുവേ. ചെറിയ തീയിൽ വേണം ആ സമയത്തൊക്കെ ഈ സാധനങ്ങൾ വഴറ്റാനായിട്ട്. ചിലർക്ക് ഭയങ്കര നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചും കൂടി കൂട്ടിയാൽ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട്. അപ്പം കുറച്ചും കൂടിയൊക്കെ എരിവ് വേണ്ടവർ എല്ലാം കുറേശ്ശെ കൂട്ടിക്കുക. 1 ടേബിൾ സ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ
മുളക് പൊടിയും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല എരിവോടുകൂടി കിട്ടും. ഇവിടെ അത്ര എരിവ് പറ്റത്തില്ല, അതുകൊണ്ടാണ് കുറച്ച്. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതാണ് നേരത്തെ നമ്മൾ പുളിയുടെ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഇനി ഒരു കുറച്ച് പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചു. കുറച്ച് കറിവേപ്പിലയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ കറി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നന്നപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഇപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മോതയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് മീനും എടുക്കാം. ദശക്കട്ടിയുള്ള ടൈപ്പ് മീനാണ് നമ്മൾ എടുക്കുന്നത്, വലിയ ടൈപ്പ്. ഇപ്പം റവോ നെയ്മീനോ വേറെ ഏത് വേണേലും നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇനി തിളച്ച് വരുമ്പോഴത്തേക്ക് മീനിനകത്തൊക്കെ വെള്ളമുണ്ട്, കുറച്ച് ഇറങ്ങും. നമുക്ക് ഇത് മതിയാകും വെള്ളം. നമുക്ക് നല്ലപോലെ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയോ ഇളക്കി കൊടുക്കുകയോ ചെയ്യാം. ഈ മീനിന് അത്ര പൊടിഞ്ഞു പോകണ പേടിയുള്ള മീനൊന്നും അല്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കത്താവി കൊണ്ട് വേണമെങ്കിലും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്മീനൊക്കെ പോലെയുള്ള മീനാണ് പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ചട്ടിയിൽ ഇങ്ങനെ ചുറ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. അത് എടുത്തിങ്ങനെ തവി കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല, ഇങ്ങനെ ചുറ്റിച്ച് വേണം കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് തവിയൊക്കെ തൊട്ട് പോകും, അല്ലെങ്കിൽ സ്പൂണൊക്കെ തൊടുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും. പിന്നെ ഇപ്പം ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ടാണ് തോന്നണത്. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പം വേണമെങ്കിൽ പിന്നീട് കുറച്ചും കൂടി പറ്റണം, നന്നായിട്ട് പറ്റി ഒരു വേകണം. ഒരു 10 മിനിറ്റ് നമുക്കിത് വേണ്ടി വരും. നമുക്കത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻ റെഡിയായി. ഇപ്പോൾ നന്നപോലെ പറ്റിയിട്ടുണ്ട്, കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തു. ഓക്കെ, അപ്പോൾ നമുക്കിനി ആദ്യം നമ്മൾ ഇന്ന് കടുക് പൊട്ടിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന കടുവും കറിവേപ്പിലയും ഉലുവപ്പൊടിയും കൂടെയുള്ള മിക്സ് ഇതിൻ്റെ അകത്തോട്ട് ഇടുക. ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. കേരള സ്റ്റൈൽ ഫിഷ് കറി. ഇത് ശരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.